നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ഫ്ലെക്സ് ബോർഡുകളും കൊടികളും ബാനറുകളും പൊതുസ്ഥലത്ത് അനുമതിയില്ലാതെ സ്ഥാപിച്ചതിനെ ബിജെപി സിറ്റി ജില്ലാ കമ്മിറ്റിക്ക് 20 ലക്ഷം രൂപ പിഴ നൽകിയത് വിവാദത്തിൽ. അനധികൃതമായി സ്ഥാപിച്ച ബോർഡുകളും മറ്റും നീക്കണമെന്നാവശ്യപ്പെട്ടിട്ടും പാലിക്കാത്തതിനാലാണ് സിറ്റി ജില്ലാ പ്രസിഡന്റിന് ബിജെപി തന്നെ ഭരിക്കുന്ന കോർപ്പറേഷൻ പിഴ നോട്ടീസ് നൽകിയത്. എന്നാൽ ഇതിന് പിന്നിൽ CPM അനുഭാവമുള്ള ഉദ്യോഗസ്ഥരാണെന്നാണ് സൂചന. ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് പ്രധാനമന്ത്രിയുടെ BJP നേതാക്കളുടെയും ചിത്രങ്ങൾ അടങ്ങിയ ബോർഡുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടത്. നടപ്പാതകൾക്ക് കുറുകെയും ഡിവൈഡറുകളിലും വരെ ബോർഡുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി ഉയർന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവ 2 മണിക്കൂറിനുള്ളിൽ നീക്കണമെന്നാവശ്യപ്പെട്ട് വ്യാഴാഴ്ച വൈകിട്ട് BJP സിറ്റി ജില്ലാ പ്രസിഡന്റിന് കോർപ്പറേഷൻ കത്ത് നൽകി. എന്നാൽ നടപ്പാതയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബോർഡുകൾ മാറ്റിയതൊഴിച്ചാൽ കാര്യമായ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. തുടർന്ന് വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള റോഡിൽ സ്ഥാപിച്ച ബോർഡുകളുടെയും മറ്റും കണക്കെടുത്തു. തുടർന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറി പിഴ നോട്ടീസ് നൽകിയത്. ആദ്യ നോട്ടീസിന് മറുപടി നൽകിയില്ലെങ്കിൽ നിശ്ചിത ദിവസങ്ങൾക്കകം രണ്ടാമത് നോട്ടീസ് നൽകുകയാണ് അടുത്ത നടപടിക്രമം. ഇതിനും മറുപടി കിട്ടിയില്ലെങ്കിൽ 2 തവണ ഹിയറിംഗ് നടത്തണം. ഈ ഹിയറിംഗിലും പങ്കെടുത്തില്ലെങ്കിൽ ജപ്തി നടപടികളിലേക്ക് കടക്കാമെന്ന് റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥർ അറിയിച്ചു. നടപടിക്ക് പിന്നിൽ CPM അനുഭാവമുള്ള ഉദ്യോഗസ്ഥരാണെന്ന ആരോപണം BJP കേന്ദ്രങ്ങൾ ഉയർത്തുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടാണ് വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം മൈതാനം വരെ അനധികൃതമായി ബോർഡുകളും കൊടികളും സ്ഥാപിച്ചു എന്നതായിരുന്നു റവന്യൂ വിഭാഗത്തിന്റെ കണ്ടെത്തൽ. വ്യാഴാഴ്ച വൈകിട്ടോടെ ബോർഡുകൾ നീക്കം ചെയ്യാൻ BJP സിറ്റി ജില്ലാ പ്രസിഡന്റിന് കോർപ്പറേഷൻ നോട്ടീസ് നൽകിയിരുന്നു. 2 മണിക്കൂർ സമയമാണ് അനുവദിച്ചത്. നടപ്പാതയ്ക്ക് കുറുകെയുള്ളവ മാറ്റിയെങ്കിലും ഡിവൈഡറുകളിലും ബോർഡുകൾ മാറ്റാത്തതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ എണ്ണമെടുക്കുകയും 20 ലക്ഷം രൂപ പിഴ ഈടാക്കിക്കൊണ്ട് കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് അയക്കുകയുമായിരുന്നു. CPM അനുഭാവിയാണ് കോർപ്പറേഷൻ സെക്രട്ടറി. കോർപ്പറേഷൻ ഭരണം BJP പിടിച്ചെടുത്തതിന് പിന്നാലെ ഉദ്യോഗസ്ഥർ ബോധപൂർവം പാർട്ടിയെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിക്കുന്നു എന്നാണ് BJP നേതാക്കളുടെ പരാതി. സാധാരണ നിലയിൽ ഇത്തരം വലിയ രാഷ്ട്രീയ പരിപാടികളിൽ ഇത്ര വേഗത്തിൽ പിഴ ചുമത്തുന്ന രീതി പതിവില്ല. കോർപ്പറേഷൻ ഭരണം BJPക്ക് കിട്ടിയെങ്കിലും ഉദ്യോഗസ്ഥർ ആരും മാറിയിട്ടില്ല. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ CPM അനുഭാവികളാണ് ഏറെയും. ഇവരാണ് ഈ നടപടിക്ക് പിന്നിൽ. CPM ഭരണകാലത്ത് പാർട്ടി പരിപാടികൾക്കായി നഗരം മുഴുവൻ കൊടിത്തോരണങ്ങൾ ഉയർത്തുമ്പോൾ കാട്ടാത്ത ആവേശം ഇപ്പോൾ ഉദ്യോഗസ്ഥർ കാണിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പാർട്ടി ആരോപിക്കുന്നു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ആവേശം നഗരത്തിൽ അലയടിക്കുമ്പോൾ തന്നെ സ്വന്തം ഭരണസമിതിക്ക് കീഴിൽ പാർട്ടിക്കുണ്ടായ ഈ തിരിച്ചടി BJPക്കുള്ളിൽ വലിയ അസ്വസ്ഥതകൾക്ക് കാരണമായിട്ടുണ്ട്. ബുധൻ വ്യാഴം ദിവസങ്ങളിലായാണ് പ്രധാനമന്ത്രിയുടെയും BJP നേതാക്കളുടെയും ചിത്രങ്ങൾ അടങ്ങിയ ബോർഡുകളും ബാനറുകളും പ്രത്യക്ഷപ്പെട്ടത്. ഇന്നലെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുത്തരിക്കണ്ടം മൈതാനത്തെത്തിയത്. ഇതുവരെയുള്ള സ്ഥാപിച്ചിട്ടുള്ള ബോർഡുകൾക്കെതിരെയാണ് പരാതി ഉയർന്നെന്നും അതുകൊണ്ടാണ് നടപടിയെടുത്തത് എന്നാണ് സൂചന. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 മണിക്കൂറിനുള്ളിൽ നീക്കണമെന്നാവശ്യപ്പെട്ടാണ് വ്യാഴാഴ്ച വൈകിട്ട് BJP സിറ്റി ജില്ലാ പ്രസിഡന്റിന് കോർപ്പറേഷൻ കത്ത് നൽകിയത്. എന്നാൽ നടപ്പാതയ്ക്ക് കുറുകെ സ്ഥാപിച്ച ബോർഡുകൾ മാറ്റിയതൊഴിച്ചാൽ കാര്യമായ ഇടപെടൽ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. തുടർന്ന് വിമാനത്താവളം മുതൽ പുത്തരിക്കണ്ടം വരെയുള്ള റോഡിൽ സ്ഥാപിച്ച ബോർഡുകളുടെയും മറ്റും കണക്കെടുത്തതിന് ശേഷമാണ് കോർപ്പറേഷൻ സെക്രട്ടറി പിഴ നോട്ടീസ് നൽകിയിരിക്കുന്നത്. ഏതായാലും ഇതിൽ കോർപ്പറേഷൻ ഭരണമുള്ള BJP മറുപടി ഒന്നും തന്നെ നൽകിയിട്ടില്ല. ഇനി എന്താണ്, ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്ര വേഗത്തിൽ തിടുക്കിട്ട ഒരു നീക്കം നടത്തിയിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരുപക്ഷെ BJP ചോദ്യം ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ പിഴ ഒടുക്കുമായിരിക്കും. കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരം മേയറായിട്ടുള്ള VV രാജേഷ് അടക്കം ഇത്തരത്തിൽ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ കർശനമായി തന്നെ ഇനി നിയന്ത്രണം ഉണ്ടാകും, അല്ലെങ്കിൽ അത് ഏത് പാർട്ടിയുടെ ആയിക്കോട്ടെ, ഇപ്പോൾ യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ ഭേദമന്യേ തന്നെ അതുപോലെ മറ്റുള്ള പരിപാടികൾ, ഇപ്പോൾ എന്തിൻ്റെ പരിപാടികളാണെങ്കിലും ഇത്തരത്തിൽ ആ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പരിപാടിയോ സമ്മേളനമോ എന്ത് തന്നെയാണെങ്കിലും അത് കഴിഞ്ഞാൽ അനധികൃതമായിട്ട് ഒരു ബോർഡും റോഡിൽ കാണാൻ പാടില്ല. കാൽനട യാത്രക്കാർക്കും വാഹനം ഓടിക്കുന്ന ആളുകൾക്കും ബുദ്ധിമുട്ടായ റോഡുകളിൽ ഇത്തരത്തിലുള്ള ബോർഡുകൾ ഉണ്ടാകാൻ പാടില്ല. അത് നീക്കം ചെയ്യണം. കർശനമായി തന്നെ ഇതിനെതിരെ നടപടിയെടുക്കുമെന്നും VV രാജേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട്
തിരുവനന്തപുരം കോർപ്പറേഷനിലെ പല ഭാഗങ്ങളിലും ഇത്തരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള അനധികൃത ബോർഡുകളടക്കം എടുത്തു മാറ്റുന്ന നടപടികളും ഉണ്ടായിരുന്നു. ഇതിന്റെ അടക്കം ദൃശ്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം, മുൻപ് ഹൈക്കോടതി അടക്കം കൃത്യമായി ഈ കാര്യത്തിൽ വളരെ കർശനമായി നേരിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഇത്തരത്തിൽ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടായി അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള എല്ലാ ഫ്ലെക്സ് ബോർഡുകളും ഉടൻ തന്നെ എടുത്തു മാറ്റണം. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർക്കാണ് അതിന്റെ ചുമതല എന്ന് ഹൈക്കോടതി അടക്കം നേരിട്ട് ഇടപെട്ട് ഉത്തരവ് നൽകിയതാണ്. ഏതായാലും ഇപ്പോൾ നൽകിയിട്ടുള്ളത്, ഇപ്പോൾ ഒരു പിഴ ചുമത്തി കോർപ്പറേഷൻ സെക്രട്ടറി നോട്ടീസ് നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ കാൽനട യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകാതെ വേഗം ഫ്ലെക്സ് ബോർഡുകൾ എടുത്തു മാറ്റാനുള്ള ഈ ഒരു ആവേശമാണോ, അതോ ഇത്തരത്തിൽ BJPയുടെ പരിപാടി ആയതിനാൽ ഇത്തരത്തിൽ 2 മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്തത് അത്തരത്തിലൊരു രാഷ്ട്രീയ ആവേശമായിട്ടാണോ കാണേണ്ടത് എന്നറിയില്ല. തീർച്ചയായിട്ടും VV രാജേഷ് അടക്കം പറഞ്ഞിട്ടുണ്ട്, ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള അനധികൃത ബോർഡുകളും വഴിയിൽ കാണില്ല എന്നുള്ളത്. സിറ്റി ക്ലീൻ ആക്കാൻ തന്നെയാണ് മേയറുടെ ഉദ്ദേശം. ഇനി ഇതിൽ എന്ത് തീരുമാനമാണ് BJP എടുക്കുന്നത്, ഈ നോട്ടീസിന് മറുപടി എന്താണ് BJP കോർപ്പറേഷൻ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്.